ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളടുത്ത് ഇപ്പം തരാൻ ആവശ്യമുള്ള മീൻസ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ്, അല്ലെങ്കിൽ എന്താണോ വരുന്നത് അത് വരട്ടെ. കാരണം നമുക്ക് സ്പിരിറ്റിനെ ഓപ്പൺ ആക്കി ഇടാം. എന്താണ് സ്പിരിറ്റിന് തരാനുള്ള ഗൈഡൻസ്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കുള്ള ഗൈഡൻസ് മെസ്സേജ് നോക്കാം. സ്പിരിറ്റ് ഗൈഡൻസ് മെസ്സേജ് നമുക്ക് ഓഫ് നൗ സിറ്റുവേഷനിൽ believe in the impossible. Interesting. Prosperity lies ahead. You are very close to achieving your goal. Have faith in your dreams. ഇത് ആരോ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത റീഡിങ് ആണ് കേട്ടോ, ഉറപ്പിച്ച് ഞാൻ പറയുന്നത്. ഹോൾഡ് യുവർ വിഷൻ. എൻ്റെ അമ്മേ, ഇത്രയും പവർഫുൾ റീഡിംഗ് എന്ന് ഞാൻ പറയും. കാര്യം വേറെ ഒന്നുമല്ല. കാര്യം ഫസ്റ്റ് കാർഡ് തന്നെ ബിലീവ് ഇൻ ഇമ്പോസിബിൾ ആണ്. അതായത് നമുക്കെല്ലാവർക്കും ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് ഇമ്പോസിബിളായിട്ടുള്ള കാര്യം. നമുക്ക് ഈ മിറക്കിൾസ് എക്സ്പെക്റ്റ് ചെയ്യുക, അതൊക്കെ പറയുമ്പം കേൾക്കുമ്പോൾ യൂണിക്കോൺസ് എന്നൊക്കെ കേൾക്കാനൊക്കെ രസമുണ്ട്. പക്ഷേ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുക, നമ്മൾ റിയാലിറ്റിയിൽ കൊണ്ടുവരാക്കുക നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി ഇതാരാണോ കാണുന്ന ആൾക്കാർ ഓരോരുത്തരടുത്തും എനിക്ക് പറയാനുള്ള ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുക. ഓക്കെ, കാര്യം നമുക്ക് ചില സിറ്റുവേഷൻസ് വരും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത്ര നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നില്ല. പക്ഷേ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്ന ഗൈഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ പറയും നമുക്ക് എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത്രയും ക്ലോസ് ആണ്, നമ്മൾ അത്രയും അടുത്തെത്തിയിട്ടുണ്ട് അത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പല ആൾക്കാർക്കും പലപ്പോഴും പല പല നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡ്രീംസിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഓക്കെ, അപ്പം അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം നമ്മുടെ എന്താണോ ഡ്രീം വിഷൻ, അതെന്താണ് നമുക്ക് എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക. നമുക്കൊരു ഡ്രീം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വിഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സാധനം മാത്രമേ നമ്മൾ മനസ്സിൽ വരൂ. നമ്മളാരും എനിക്ക് അംബാനി ആവണമെന്ന് ചിലപ്പോൾ ഒരു വാക്കിൽ പറയുമായിരിക്കും. പക്ഷേ നമ്മളതിന് വേണ്ടി ആക്ച്വലി റിയാലിറ്റിയിൽ എത്ര പേര് വർക്ക് ചെയ്യും? ഭയങ്കര കുറവാണ് അല്ലേ. അംബാനി ആവണമെന്ന് ആഗ്രഹിക്കും, അദാനി ആവണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുക, എഫേർട്ട് ഇടുക, ഒരു മൊമെൻറ്റിലങ്ങ് ആഗ്രഹിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഡ്രീം ഉണ്ടാവും. ഇന്നത് തന്നെ ചെയ്യണം, ഇന്ന ലെവലിലേക്ക് ഞാൻ മാറണം, എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, അപ്പം എന്താണോ നിങ്ങളുടെ വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം, അത് നിങ്ങൾ ഉറപ്പായിട്ടും അത് ഹോൾഡ് ചെയ്യുക, അതിൽ വിശ്വസിക്കുക. കാരണം നമ്മുടെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സ് അബണ്ടൻ്റ് ആണ്. യൂണിവേഴ്സിൽ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇപ്പം നമുക്ക് ഒരാളുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ബെൻസ് കാർ നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് അതിന് വേണ്ടുന്ന എല്ലാം ഒരുക്കി തരും. നമ്മളൊരു പ്രോപ്പർട്ടി കണ്ടുവച്ചു, പക്ഷെ നമ്മുടെ 5 പൈസ എടുക്കാനില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊരു പ്രോപ്പർട്ടി നമ്മുടെ അടുത്ത് തന്നെ വന്നു. നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിച്ച പൈസയിൽ തന്നെ ഒത്തു വന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ആ സിറ്റുവേഷൻ. പക്ഷേ എന്താ പറയുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ദൈവം എവിടെന്നെങ്കിലുമൊക്കെ അറേഞ്ച്മെൻറ്റ്സ് വരും. ആരെങ്കിലും അറിഞ്ഞും നമുക്ക് സപ്പോർട്ട് കിട്ടും. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ റീഡിങ്സ് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് 1-2 ക്ലയൻസിൽ അങ്ങനെ തന്നെ എന്താ വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, അവർ വിട്ടു, പല കാര്യങ്ങളും വിട്ടു. അവർക്ക് ഈ ഡ്രീം ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്, ഹോൾഡ് യുവർ വിഷൻ്റെ കാർഡ് വന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു ക്ലയൻറ്റിൻ്റെ കഥ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അവർക്കതുപോലെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വിശ്വാസം പോയി, ഇല്ല നടക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തു, എൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ച ആൾക്കാരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കാരണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു എന്നുള്ളത് എടുത്ത് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, നമുക്കൊരു സിറ്റുവേഷൻ കഴിയുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷനിലൊക്കെ ഉള്ളൊരു വിശ്വാസം പോകും. നമുക്ക് തോന്നും നമ്മുടെ മാനിഫെസ്റ്റേഷൻ മാത്രം റിയാലിറ്റിയിൽ വരുന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ അടുത്തെത്തി. നമുക്ക് ഈ വിട്ടുകളയാൻ തോന്നുന്ന എപ്പോഴാണെന്ന് നമ്മൾ അങ്ങ് എത്തുമ്പോഴാണ് നമുക്ക് വിട്ടുകളയാനുള്ള ടെൻഡൻസി വരുന്നത്. അപ്പം അവരുടെ വിചാരിച്ചു ഇല്ല നടക്കാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നുകൂടെ വെയിറ്റ് ചെയ്യും, ഇത്ര ദിവസം കൂടെ. എനിക്ക് അതിനകത്ത് കിട്ടിയ ടൈം ഫ്രെയിം കൂടെ ഞാൻ പറഞ്ഞു, ലൈക്ക് ഇത്ര സമയം കൂടെ കഴിഞ്ഞിട്ട്
അവർ തിരിച്ചു വന്നു പറഞ്ഞു, ലൈക്ക് അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ലോൺ സാങ്ഷൻ ആവുന്നു. ലോണിനൊരു സ്കോപ്പും ഉണ്ടായിരുന്നില്ല, അവരില്ല റിജക്ഷൻ കിട്ടിയതായിരുന്നു. പക്ഷേ അവരൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അവർക്ക് പൈസ വന്നു. പിന്നെ പലതും ഇനി പറഞ്ഞില്ലേ, ചില ആൾക്കാർ പൈസ കിട്ടില്ല എന്ന് എഴുതി തള്ളിയപ്പോഴത്തെ പല കടങ്ങൾ കടം കൊടുത്ത പൈസകൾ അവർക്ക് വന്നു ചേർന്നു. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് അവരാഗ്രഹിച്ച രീതിയിൽ സ്ഥലവും ഒരാൾക്ക് സ്ഥലമായിരുന്നു, ഒരാൾക്ക് വീടായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ അവരത് നേടി. അപ്പം അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്, ലൈക്ക് മാനിഫെസ്റ്റേഷൻ, യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പം അതനുസരിച്ച് മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ റിയാലിറ്റിയിൽ ഇത് വരികയും ആ എക്സ്പീരിയൻസ് എൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ലൈക്ക് ഡെഫിനറ്റ്ലി വിഷൻ നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ഒരിക്കലും ചുമ്മാ തോന്നില്ല. കാരണം പ്രോസ്പെറിറ്റി ലൈസ് എഹെഡാണ്. നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വിട്ട് കളയരുത്. പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം കൊണ്ടുതരും, അറേഞ്ച് ചെയ്ത് തരും. കാരണം എവിടെയാണോ നമ്മൾ സ്റ്റക്ക് ആവുന്നത് അവിടെ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്ന് തന്നിരിക്കും. അതിൽ ടെൻഷൻ അടിക്കേണ്ട, സ്ട്രെസ്ഡ് ഔട്ട് ആവണ്ട. ഓക്കെ. അയ്യോ, ഞാൻ സ്പിരിറ്റിനെ ഓപ്പണാക്കി ഈ റീഡിങ് ഇട്ടെങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മെസ്സേജസ് ഒക്കെ വരുമ്പോഴുണ്ടല്ലോ, ബിലീവ് ഇൻ പോസിബിൾ നമ്മൾ പറയില്ലേ, നടക്കാൻ നമ്മൾ ഈ വീടൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കളയുന്നില്ലേ, അവിടെ വേണം നമ്മുടെ വിശ്വാസം തുടങ്ങാൻ. കാരണം ഡെഫിനറ്റ്ലി നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമായി നമുക്ക് കൊണ്ടെത്തിച്ച് തരും. 7 of Cups ഓപ്ഷൻസിൻ്റെ കാർഡാണ് 7 of Cups. ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇതൊന്നും നടക്കാൻ പോകണില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ തളരുന്നു. അങ്ങനെ തളരാതിരിക്കാനാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ ആരൊക്കെയാണോ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡ്രീംസ് എത്തില്ല, ഇത് പകുതി വഴിക്ക് കളയുന്നതാണ് നല്ലതെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. കാരണം അതിനകത്ത് എസ്പെഷ്യലി 6 of Swords ഡെഫിനറ്റ്ലി മൂവിങ് ഫോർവേഡിനെ കാണിക്കുന്നതാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തൊക്കെ ടഫ് പീരീഡ്, എന്തൊക്കെ ടഫ് സിറ്റുവേഷൻ വന്നാലും ഗൈഡൻസിൻ്റെ ഗൈഡൻസ് നിങ്ങൾ മൂവ് ഫോർവേഡ് ചെയ്യുക. ദ സ്റ്റാർ, ഡെസ്റ്റിനി, ഗുഡ് ലക്ക്, ബ്ലെസ്സിങ്, ഫെയിം, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടാറില്ല. സ്ട്രഗിൾസ് ഡെഫിനറ്റ്ലി ഉണ്ടാവാറുണ്ട്. ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്ട്രഗിൾ പീരീഡിലൂടെ ഗോ ത്രൂ ചെയ്യാണ്. അതിനർത്ഥം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യം നിങ്ങളുടെ ഇൻസ്പിറേഷൻ ഒട്ടും കളയരുത്. ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വന്നു ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസാണ്. വൗ ഒരു രക്ഷയില്ല കേട്ടോ. റീഡിംഗ് ഒക്കെ ഞാൻ ഇപ്പം റീസെൻ്റ് ചെയ്ത എല്ലാ റീഡിങ്സിലും 3 പോസിറ്റീവ് വൈബ്രൻറ്റ്. ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ മെഡിറ്റേഷൻ, അതുപോലെ സ്പിരിച്വാലിറ്റി, ഒക്കൾട്ട് അതൊക്കെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വേണ്ടുന്ന എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ. കാരണം എസ്പെഷ്യലി ഹെറഫൻ കാർഡ്, കാരണം ഡിവൈൻ കണക്ഷൻ, ഡിവൈൻ്റെ എനർജി, ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് അതെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമുക്ക് വാഗോണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ റിയാലിറ്റിയിൽ പലതും കിട്ടണം. എസ്പെഷ്യലി നിങ്ങളുടെ പലരുടെയും തേർഡ് ഐ ചക്ര വളരെ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ് ഫീലിംഗ് ആയിട്ട് കിട്ടാറുണ്ട്. ലൈക്ക് പല കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ഇല്ല ഇതൊക്കെ ഇങ്ങനെ സ്ട്രഗിൾ ആണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ലൈക്ക് എല്ലാം ശരിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ എല്ലാം ശരിയാകും എന്നുള്ളൊരു കൺഫർമേഷൻ എനിക്ക് എവിടെയോ തോന്നുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജി ഡെഫിനറ്റ്ലി ഇതിനകത്തുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു കൺഫർമേഷനാണ്. ആ ഒരു എന്താ പറയുക, എല്ലാം ശരിയായി വരും, അല്ലെങ്കിൽ എല്ലാം നമ്മൾ പറയില്ലേ എവറിത്തിങ്സ് ഹാപ്പൻ ടു മീ അല്ല, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ മീ. നമുക്കല്ല ഇതെല്ലാം സംഭവിക്കുന്നത്. പല കാര്യങ്ങൾ നമ്മുടെ ലൈഫ് നടക്കുന്നത് ഇതെല്ലാം എനിക്ക് മാത്രമേ സംഭവിക്കുന്നതല്ല വിചാരിക്കുന്നത്. നമുക്ക് സംഭവിക്കുന്നതല്ല, നമുക്ക് വേണ്ടി സംഭവിക്കുന്നതാണ്. പല ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നു ചേരുക, പല എക്സ്പീരിയൻസ് നമുക്ക് വന്നു ചേരുക, പല ആൾക്കാർ നമ്മളെ പറ്റിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ അതിലെല്ലാത്തിനും ഓരോരോ ലേണിംഗ് ഉണ്ട്. പല ആൾക്കാർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം നിന്നിട്ട് പോവുക, പല ആൾക്കാർ നമ്മുടെ കൂടെ ലൈഫ് ലോങ് നിൽക്കുക. എല്ലാത്തിനും അതിൻ്റേതായൊരു റീസണും അതിൻ്റേതായൊരു ബ്ലെസ്സിങ്സും ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി കാർഡ് വന്ന് വീഴാണല്ലോ, കൊള്ളല്ലോ. ഈഗിൾ, സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ്, ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. ഇതെല്ലാം ലിമിറ്റഡ് ആണെന്നും നടക്കില്ല, വെറുതെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നോ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട്, ഗൈഡൻസ് വരുന്നുണ്ട്. ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ്. നിങ്ങളുടെ ആ ഡിവോഷൻ കമ്മിറ്റ്മെൻറ്റും ഒക്കെ അതുപോലെ തന്നെ നിലനിർത്തി മുന്നോട്ട് പോവുക. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഈ റീഡിങ് ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു.
ഡിവൈൻ അല്ലെങ്കിൽ ഭഗവാൻ എന്താ തോന്നുന്നത് അത് വരട്ടെ എന്ന് വെച്ചിട്ട് എടുത്ത കാർഡ്സാണ്. രക്ഷയില്ലാതെ നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്താ പറയുക, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഡിവൈൻ ഒരുക്കി തരും. ഞാനെപ്പോഴും പറയുന്നത് ട്രസ്റ്റ് ഇൻ ദി അൺനോൺ. ഈ കാർഡ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് ഇൻ ദി അൺനോൺ. പക്ഷെ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഒരു സെക്കൻഡേ, സോറി, എൻ്റെ ക്യാമറ വല്ലാണ്ട് കാണുന്നുണ്ടല്ലേ. എനിക്കിത് അത്ര വലിയ വശമുള്ള ഐറ്റം അല്ല. ഓക്കെ, ഓൾ റൈറ്റ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ പലതും ചെയ്ത് നമ്മൾ തളർന്നു പോകാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഡിവൈൻ പറയുന്നത് തളർന്നു പോകരുത്, ബി സ്ട്രോങ്. എല്ലാ സിറ്റുവേഷനും വേറൊരു പേഴ്സ്പെക്റ്റീവ്, ഇവിടെ കുറച്ചുകൂടെ ഹയർ പേഴ്സ്പെക്റ്റീവ്. കാരണം എപ്പോഴും അറിയാം, ഈഗിളുടെ കാർഡ് കാണുമ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരണം. കാരണം ഞാൻ ലൈവ് കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് ഈഗിളും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പരുന്തും കാക്കയും ആകാശത്ത് പറക്കുകയാണെങ്കിൽ പരുന്ത് മര്യാദയ്ക്ക് കൂളായിട്ട് പറക്കുകയായിരിക്കും. പക്ഷേ കാക്കയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, 11 അതിൻ്റെ പിറകെ പോയി നമ്മൾ പറയില്ലേ, ചുമ്മാ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈഗിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പതുക്കെ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കും. പിന്നെ അവന് കൊത്താനൊക്കെ വിട്ടുകൊടുക്കും. വരണമെങ്കിൽ കൊത്തണമെങ്കിൽ കൊത്തട്ടെ എന്നുള്ള രീതിയിൽ കൊത്താനൊക്കെ വിട്ടുകൊടുക്കും. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ ഈഗിളിൻ്റെ ഐ മീൻ പരുന്തിൻ്റെ ആ ഒരു രൂപമേ അങ്ങ് മാറും. അവൻ്റെ രൂപം മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഹൈറ്റ്സിലങ്ങ് പറക്കും. പക്ഷേ ഈ ചൊറിയാൻ വന്ന കാക്കയുണ്ടല്ലോ, കാക്കയ്ക്ക് അങ്ങനെ ഹൈറ്റ്സിൽ പറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് മാക്സിമം എന്നാൽ ട്രൈ ചെയ്യും. ലൈക്ക് അതിനെ എന്താ പരുന്തിനെ പോയി പിന്നെയും ചൊറിയണം എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെയും ട്രൈ ചെയ്യും. പക്ഷേ ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ രീതിയിൽ, അതായത് ഇവിടെ ഞാൻ വേറൊന്നും കൊണ്ടല്ല ആ കഥ പറഞ്ഞത്. നമ്മളെപ്പോഴും ഈഗിൾ ആവാനാണ് ട്രൈ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ. കാരണം അത്രയും ഹൈറ്റ്സിൽ പറക്കുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൈറ്റ് കൂടുന്തോറും പറയുന്നത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഒരുപാട് ചേഞ്ചസ് വരും. നമ്മൾ പറയില്ലേ, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാത്തത്, നമുക്ക് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തത് നമ്മൾ മിക്കവാറും എന്താ പറയുക, നമ്മളുടെയൊക്കെ ഒരു എന്താ പറയുക വിഷൻ ഭയങ്കര ലിമിറ്റഡാണ്. അപ്പം നമ്മൾ കുറേ കൂടി ഉയർന്നു വരുന്ന പല കാര്യങ്ങളും പഠിച്ച് വരുമ്പോഴാണ് നമ്മുടെ വിഷൻ കുറേ കൂടി സ്ട്രോങ് ആവുക, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് കുറേ കൂടി ചേഞ്ച് ആവുക. അപ്പോൾ ഡെഫിനറ്റ്ലി 1 2 3 4 നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് അത് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എല്ലാം പോസിറ്റീവാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം നടക്കുന്ന നെഗറ്റീവ് സിറ്റുവേഷൻ, നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ ഓരോന്നും കരുതി കറക്റ്റ് സമയം. നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ എപ്പോഴും നിങ്ങളുടെ ലൈഫെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും. ഓക്കെ, നമ്മൾ എന്താ പറയുക, നമ്മൾ വിചാരിക്കുമോ നടക്കാതെ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ദൈവം നടത്തും. അത് കാരണം അത് നമ്മുടെ സമയമാണ്. നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യം നടക്കാൻ, ജോലിയാണെങ്കിലും ഒരു കല്യാണമായിരുന്നെങ്കിലും എന്ത് കാര്യമായിരുന്നാലും നടക്കേണ്ട സമയത്ത് നടക്കും എന്ന് പറയുന്നത് അത് നമുക്ക് നടക്കാവുന്നത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ടൈമായിരിക്കും. അതാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റ്. ഫർദർ എന്തെങ്കിലും ഉണ്ടോ ഗൈഡൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിറ്റിന് പറയാനുണ്ടോ? Assertiveness. This situation can be healed gently and with love as you have requested, yet there is also a need for your strength and truthfulness with the other people involved. We will stand right behind you as you speak your truth, giving you strength and guiding your works. Wow, speak your truth. എനിക്കറിയില്ല കാർഡ് വന്നതുകൊണ്ട് എത്ര കാർഡ്സ് ആണ് സ്പിരിറ്റ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ടു ഫോർഗീവ്നെസ്സിൻ്റെ എനർജി ഉണ്ട് കേട്ടോ. റൈറ്റ്, ദിസ് സിറ്റുവേഷൻ ബ്രിങ്സ് യു ദ ഓപ്പർച്യൂണിറ്റി ടു ഹീൽ, ഗ്രോ ആൻഡ് റിലീസ് നെഗറ്റീവ് പാറ്റേൺസ്. ഓൾ ദ ഇൻറ്റൻഷൻ ഓഫ് സീയിങ് ദ അതർ പേഴ്സൺസ് ഇന്നർ ഡിവൈൻ ലൈറ്റ് ആൻഡ് ഗുഡ്നെസ്. വി വിൽ ഹെൽപ്പ് യു റിലീസ് ഇൻ അൺഫോർഗീവിങ് thoughts, feelings and energies and lift you to a higher place of peace and commitments. And finally, daydream. You will more easily hear and receive your messages if you daydream regularly. Relax and open your mind to receiving without directing your thoughts. Just notice any feelings, visions or ideas as if you were watching a movie. This is a seat of creativity, creative energy. Wow. Super.
വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഇതിൽ ഫർഗീവ്നെസ്സിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് എസ്പെഷ്യലി ഹീലിംഗ് അതുപോലെ ഫൊർഗീവ് ചെയ്യുക. പല സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ തന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പലതിനോടും നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ആരടുത്ത് നമ്മൾ ആദ്യം ക്ഷമിക്കണം എന്ന് ചോദിച്ചാൽ പല സിറ്റുവേഷനും നമ്മൾ ആദ്യം ക്ഷമിക്കേണ്ടത് നമ്മുടെ അടുത്താണ്. കാരണം ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഒരു പർട്ടിക്കുലർ രീതി ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ പർട്ടിക്കുലർ ആൾ മാത്രമല്ല കാരണക്കാരൻ, നമ്മുടെ നമ്മുടെ ഒരു സൈഡ് എന്താണെങ്കിലും ഉണ്ടാവും. അപ്പം അങ്ങനെ എന്താണ് നമ്മുടെ സൈഡിൽ നെഗറ്റീവ്, കാരണം നമ്മുടെ ഭാഗത്തും എന്തെങ്കിലും ഒരു എന്താ പറയുക വീഴ്ചയോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ ഹീൽ ചെയ്യുകയും ഫൊർഗീവ് ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത് തന്നെയാണ്. പിന്നെ പലർക്കും ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ധൈര്യമില്ല, പല സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യമില്ലെങ്കിൽ ഏഞ്ചൽ സ്പിരിറ്റ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് തുറന്നു പറയാൻ ആഗ്രഹം, ആരെങ്കിലും എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, ഡൗട്ട്ഫുള്ളായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ട എന്താവുമെന്ന് ടെൻഷൻ അടിക്കണ്ട. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ക്ലിയർ ആയിട്ട് പറയുക. ഡിവൈൻ അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡൻസ് തന്ന് നിങ്ങൾക്ക് എനർജി തന്ന് കൂടെയുണ്ട്. അതുപോലെ ആരുടെങ്കിലും ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളടുത്ത് ക്ഷമിച്ച്, ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മളോട് ക്ഷമിച്ച് അവരോട് ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം ഫൊർഗീവ്നെസ്, നമ്മൾ ഗിൽറ്റ് ഫീലിംഗ് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വെച്ചാൽ നമ്മുടെ ബ്ലെസ്സിങ്ങിനെ തന്നെയാണ് അത് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പം ഡെഫിനറ്റ്ലി അത് ഹീൽ ചെയ്ത് മൂവ് ഓൺ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കാണുന്ന എന്നെ താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് എൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവ്രിബഡി ഈസ് ഹാവിങ് സ്ട്രോങ് ഇൻറ്റ്യൂഷൻ. കാരണം ഈ ഇൻറ്റ്യൂഷൻ്റെ കാർഡും ഇൻറ്റ്യൂഷനൊക്കെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്ത പല റീഡിങ്സിലും ഇൻറ്റ്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആരും ചുമ്മാ വരുന്നതല്ല, നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, കണക്റ്റ് ആവുന്നുള്ളതുകൊണ്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു എനർജി ഉണ്ട് ഡെഫിനറ്റ്ലി. വാവ്. ഈഗിൾ, എനിക്ക് നിങ്ങളിൽ പലർക്കും ഈഗിൾ നിങ്ങളുടെ സ്പിരിറ്റ് അനിമലും കൂടെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടേ. എപ്പോഴെങ്കിലും സ്പിരിറ്റ് അനിമലിന് ഈഗിളിനെ എപ്പോഴെങ്കിലും ആകാശത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ സമയത്ത് എന്താ ചിന്തിക്കുന്നതെന്ന് നിങ്ങളുടെ തോട്ട്സിനെ ഒന്ന് നോക്കുക. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വാവ്, നല്ല റീഡിംഗ് ആണ് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല ഇങ്ങനെ ഒരു റീഡിംഗായി മാറും. സ്പിരിറ്റ് ഗൈഡ്സിന് വിട്ടുകൊടുത്തിരുന്ന ഒരു റീഡിംഗ് ആയിരുന്നു. എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ. സൂപ്പർ റീഡിംഗ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഗൈസ്, എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതിന്, നിങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടുന്ന റീഡിങ്സും എനർജീസും ഒക്കെ തരുന്നതിന് ഒരുപാട് നന്ദി. എനിക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ആരെങ്കിലും കണക്റ്റായി അല്ലെങ്കിൽ ഇന്ന് ഞാനാണെന്നൊക്കെ പറയുക, അല്ലെങ്കിൽ യൂണിവേഴ്സിന് താങ്ക് യു പറയുക. ഈ എനർജീസുമായിട്ട് കണക്റ്റ് ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണെന്നുള്ളതാണെങ്കിൽ ഗൈഡൻസിന് താങ്ക് യു പറയുക. ഭയങ്കര പോസിറ്റീവാണ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി ഞാനൊരു ഓരോ ദിവസം ഓരോന്നാണെന്ന് പറയുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായിരുന്നാലും ഞാനൊരു ഒരു ഇത് വെക്കാം ഡെഫിനറ്റായിട്ടും. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.